നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ട്രെയിനിലുണ്ടായ ഒരു വൻ അപകടം, അതിൽ 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞു പോയത്. അതും വെറുതെയല്ല, അതായത് തിക്കിലും തിരക്കിലും പെട്ട 5 പേർ ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ ട്രാക്കിൽ ചിന്നിച്ചിതറിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുംബൈയിൽ തിരക്കേറിയ ട്രെയിനിൽ നിന്ന് വീണ 5 പേർ മരിക്കുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ റെയിൽവേയുടെ ദിവ, കോപ്പർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് സംഭവം. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽസിലേക്ക് പോകുകയായിരുന്ന ലോക്കൽ ട്രെയിനിൽ നിന്നും 10 മുതൽ 12 വരെ യാത്രക്കാർ കമ്പാർട്ട്മെന്റുകളിൽ നിന്ന് വീണപ്പോഴാണ് അപകടം സംഭവിച്ചു എന്ന പ്രാഥമിക വിവരം ലഭിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ ട്രെയിനിൽ തിരക്ക് കൂടുതലായിരുന്നു. യാത്രക്കാർ വാതിലിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് വിവരം. പരിക്കേറ്റവരെ റെയിൽവേ ട്രാക്കിൽ നിന്ന് പുറത്തെടുത്ത കൽവയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 5 പേർ മരിച്ചതായാണ് സ്ഥിരീകരിച്ചത്. എന്തായാലും അതേ തിക്കും തിരക്കും കാരണമാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വിധം തിക്കിലും തിരക്കിലും വിട്ടുപോയിരുന്നു എന്നാണ് വിവരം. എന്തായാലും ഈ കൽവയിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് വിവരം. മറ്റൊരു ട്രെയിൻ അപകട വാർത്തയും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടതേയുള്ളൂ. ട്രെയിൻ സ്ലോ ചെയ്ത പ്ലാറ്റ്ഫോമിലേക്ക് നിർത്തി ട്രാക്കിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കവെയാണ് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ച വാർത്ത നമ്മൾ കേട്ടതേയുള്ളൂ. എതിർവശത്തെ വാതിലിലൂടെ ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് വൻ അബദ്ധം പറ്റിയത്. നിലവിളി കേട്ട് ഓടിയെത്തിയവർ ഒരു നിമിഷം കണ്ണുപൊത്തി പോവുകയായിരുന്നു. കാരണം അത്രയ്ക്കും ദയനീയമായിരുന്നു കാഴ്ചകൾ. തല അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു യുവാവ് എന്ന് കണ്ടുനിന്നവർ പറയുന്നു. ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കവേ ഇരുമ്പുവേലിയുടെ കമ്പിയിൽ തല കുരുങ്ങിയാണ് 27-കാരനായ യുവാവിന് ദാരുണാന്ത്യം ഉണ്ടായത്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 9:44 സംഭവം. മരണപ്പെട്ടയാളുടെ തിരിച്ചറിയൽ രേഖകൾ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. ദില രാജേഷ് ഹമീറാഭായ് എന്നാണ് മരിച്ചയാളുടെ പേര്. ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് നിന്നപ്പോൾ യാത്രക്കാരനായ യുവാവ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നതിന് പകരം എതിർവശത്തുള്ള വാതിലിലൂടെ ട്രാക്കിലേക്ക് ഇറങ്ങുകയായിരുന്നു. 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ ലോക്കൽ ട്രെയിൻ വന്നു നിന്ന ഉടനെയായിരുന്നു ഈ ശ്രമമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. എന്നാൽ ഇതിനിടെ യുവാവിന്റെ തല വേലിയിൽ ഇരുമ്പ് കമ്പിയിൽ കുടുങ്ങി ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. ശരീരം കമ്പിയിൽ കുടുങ്ങിക്കിടന്ന ചോര വാർന്നാണ് യുവാവ് ദാരുണമായി മരിച്ചത്. അധികൃതരും മറ്റും യാത്രക്കാരും അറിയിച്ചത് അനുസരിച്ച് 108 ആംബുലൻസ് സ്ഥലത്ത് എത്തിയിരുന്നു. അപ്പോഴേക്കും അരമണിക്കൂർ പിന്നിട്ടിരുന്നു. 10:15 എത്തിയ ആംബുലൻസിൽ ജീവനക്കാർ യുവാവിന്റെ മരണം സ്ഥിരീകരിച്ചു. മൃതദേഹം പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. എങ്ങനെയാണ് അപകടം നടന്നത് എന്ന് റെയിൽവേ അന്വേഷിക്കുന്നുണ്ട്. യാത്രക്കാർ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കണം, പരമാവധി ഒഴിവാക്കാനായി ഈ വഴികൾ സ്വീകരിക്കരുത് എന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ നമ്മെ എപ്പോഴും ഭയപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ചും ട്രെയിൻ യാത്ര ചെയ്യുന്നവർ ട്രെയിനൊക്കെ തന്നെ വളരെ അപകടകരമായ രീതിയിലാണ്. അതായത് നന്നായി യാത്ര ചെയ്യുന്നവർക്ക് സുഖകരവും, എന്നാൽ അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നവർക്ക് അത്യന്തം അപകടവും തന്നെയാണ് ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. ട്രെയിൻ യാത്രയിൽ മറ്റേതൊരു വാഹനത്തിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ മനഃപൂർവ്വം വിളിച്ച് വരുത്താതിരിക്കുക. ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ തന്നെ ഉണ്ടായ 5 പേർ മരിച്ച സംഭവത്തിൽ വലിയ തിരക്കാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കയറാതിരിക്കുക. ജീവൻ അപകടത്തിലാക്കുന്ന ഒരു തിരക്കുള്ള ട്രെയിനിലേക്ക് എന്തിനാണ് നാം എല്ലാവരും ഇടിച്ചു കുത്തി കയറുന്നത് എന്ന ചോദ്യം കൂടി അവശേഷിക്കുകയാണ്.